ദേ ഈ പേജിലെ സാരി കണ്ടിട്ട് വാവ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും ഞാനും ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്, തോണ്ടി 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 തോണ്ടി. അമ്മയ്ക്ക് പാർട്ടിക്ക് കൊടുക്കാൻ സാരി വേണമെന്ന് പറഞ്ഞപ്പോൾ കൂടുതലൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. എനിക്കറിയാലോ സാധനം എവിടെ കിട്ടുമെന്ന്. ഞാൻ ഓടിച്ചെന്നു, ഒന്നും നോക്കിയില്ല, ഡയറക്റ്റ് വെബ്സൈറ്റ് ഓർഡർ ചെയ്തു. സാധനവും വന്നു. സാധനം വന്നപ്പോഴല്ലേ ചെറിയൊരു സംശയം, ഇത് തന്നെയാണോ ഞാൻ ഓർഡർ ചെയ്തതെന്ന്. ഒന്നും കൂടെ നോക്കി, അത് തന്നെയാണോന്നേ. നോക്കിയപ്പോണ്ടാ കളറൊക്കെ സെയിമാ, പക്ഷെ സാധനം രണ്ടും രണ്ട് ഡിസൈൻ. എന്നാൽ പിന്നെ പാവങ്ങളല്ലേ, വിട്ടപ്പോൾ മാറിപ്പോയതായിരിക്കും എന്ന് വിചാരിച്ച് ഒന്ന് മെസ്സേജ് അയക്കാൻ തീരുമാനിച്ചു. ഓക്കെ, വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നു, മെസ്സേജ് അയക്കുന്നു. മെസ്സേജ് ഇട്ടപ്പോൾ ആ ചേച്ചി പറയുക, വീഡിയോ കണ്ടിട്ടല്ലേ കൊച്ചെ ഇതൊന്നും ഓർഡർ ചെയ്തത്, ഒന്നും കൂടെ ഒന്ന് എടുത്ത് നോക്കാൻ. എന്നാൽ പിന്നെ വീഡിയോ എടുത്ത് നോക്കട്ടെ എന്നോർത്തു. വീഡിയോയിലാണെങ്കിൽ അവർ പറയുന്നുമില്ല അവർക്ക് തോന്നുന്നത് അയച്ചു തരും എന്നുള്ള കാര്യം. പിന്നെ ഞാൻ ചോദിക്കുന്നതിനൊന്നും യാതൊരു മറുപടിയില്ല. എന്നാൽ പിന്നെ നമ്പർ മാറി ഒരു മെസ്സേജ് അയക്കാമെന്ന് വിചാരിച്ചു. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അയച്ചു നോക്കി. ഹായ് അയക്കുമ്പോൾ അപ്പം തന്നെ റിപ്ലൈ തരും, വെബ്സൈറ്റിൽ കയറി ഓർഡർ ചെയ്തോ അല്ലെങ്കിൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്തോളെ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കാര്യം പറയുമ്പോൾ വീണ്ടും തിരിഞ്ഞു നോക്കണില്ല. എന്നാൽ പിന്നെ രണ്ടും കൽപ്പിച്ച് കമൻ്റ് ഇടാമെന്ന് വിചാരിച്ചു. കമൻറ്റ് ബോക്സ് എന്ന് നോക്കിയപ്പോഴല്ലേ ഞാൻ വീണ്ടും വണ്ടറടിച്ച് പോയത്. ഒരൊറ്റ കമൻ്റില്ല, മരുന്നിനെങ്കിലും ഒരെണ്ണം. അപ്പോഴല്ലേ എനിക്ക് കാര്യം മനസ്സിലായത്, ഇവരെല്ലാവർക്കും ഇങ്ങനെയായിരിക്കും കൊടുക്കുന്നത്. ആരെങ്കിലും വന്ന് കമൻ്റ് ഇട്ടാലോ എന്ന് പേടിച്ചിട്ടായിരിക്കും അത് ലിമിറ്റഡ് ആക്കി വെച്ചേക്കുക. എന്താ അവസ്ഥ എന്ന് പറ. പിന്നെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഫോളോ ചെയ്യുന്ന നിങ്ങളിൽ പലരും അവരെ ഫോളോ ചെയ്യണത്. ഫോളോ ചെയ്തോ, ലൈക്കൊക്കെ അടിച്ചോ, പക്ഷെ ഏതെങ്കിലും കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ മാത്രം ഓർഡർ ചെയ്താൽ മതിയേ, അല്ലെങ്കിൽ കാശ് പോകും.